നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകളുടെ താക്കോൽ കൈമാറി. ഇതോടൊപ്പം പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും നടന്നു. മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയത്. പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും ഇതോടൊപ്പം നടന്നു. മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 19 പേരാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ചെയ്തു. അധികാരം ഒഴിയുന്നതിന് മുമ്പ് 39 പേരെ ബാക്കി വെച്ചിട്ട് പോണ്ട. ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഭരണസമിതിക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൂമി ഇല്ലാത്തവർ കുറച്ചു പേര് കാണും. അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പ എല്ലാം സഹായം കൊടുക്കാൻ പറ്റും. വല്ലപ്പുഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങൽ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭൂമി സംഭാവനയായിട്ട് ആളുകൾക്ക് നൽകാനുള്ളതാണ്. വല്ലപ്പുഴയിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് ചോദിച്ചത്. ഭൂമി സംഭാവന ഭൂമി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല കാര്യം. 18 ആൾക്ക് കിട്ടി. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയണം. വലിയ ഹൃദയത്തിൽ തട്ടിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഭൂമി സംഭാവന തന്നത് നമ്മൾ വിചാരിക്കും വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ലേ ഭൂമിയൊക്കെ സംഭാവന കൊടുക്കാൻ പറ്റൂ. അങ്ങനെയല്ല, സമ്പന്നര് കൊടുക്കുന്നുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ, സത്യഭാമ, മനോജ്, CK ബാബു, ആയിഷത്ത് സുഫൈന, റിൻഷ ഉണ്ണി, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടിത്തറയിൽ കോഴിക്കടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 300ഓളം കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് തൃത്താല പോലീസും വനം വകുപ്പും പരിശോധന നടത്തി. പട്ടിത്തറ പമ്പ് ഹൗസിന് സമീപത്തെ അക്ബർ കൂടലൂരിന്റെ ഉടമസ്ഥതയിലുള്ള CM ചിക്കൻ സ്റ്റാളിനകത്തെ 300ഓളം കോഴികളെയാണ് കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കോഴികളെ കൊന്നിട്ട നിലയിൽ ആദ്യം കാണുന്നത്. കോഴികളെല്ലാം കടിച്ചു കൊന്ന നിലയിൽ കടയ്ക്കകത്ത് ചിതറിക്കിടക്കുകയാണ്. അജ്ഞാതജീവിയുടെ ആക്രമണമാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അജ്ഞാതജീവി കടയ്ക്കകത്ത് എങ്ങനെ പ്രവേശിച്ചുവെന്ന് കണ്ടെത്താനുമായിട്ടില്ല. കടയിലെ CCTV ദൃശ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നഷ്ടപ്പെട്ട കോഴികളെയെല്ലാം ചേർത്ത് 500 കിലോഗ്രാമിന് മുകളിൽ തൂക്കം വരുമെന്ന് കടയുടമ അക്ബർ പറഞ്ഞു. അക്ബറിന്റെ പരാതിയിൽ തൃത്താല പോലീസ്, വനംവകുപ്പ് തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി. തൃത്താലക്കൊപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. വിശേഷാൽ പരിപാടികളും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. തൃത്താലക്കൊപ്പം അയ്യപ്പ ക്ഷേത്രത്തിലാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, വിശേഷ പൂജകൾ എന്നിവ നടന്നത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പനമ്പറ്റമന സന്തോഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. നിരവധി ആളുകളും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. ഔഷധക്കഞ്ഞി വിതരണം, ഭഗവത് സേവ, മറ്റു വിശേഷ പൂജകൾ, അഖണ്ഡ രാമായണ പാരായണം തുടങ്ങിയ ചടങ്ങുകളും ഇതിന്റെ ഭാഗമായി നടന്നു. ഓഗസ്റ്റ് 27 മുതൽ ഒരാഴ്ചക്കാലം തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണം ഫെസ്റ്റിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു. സംഘാടക സമിതി യോഗം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണം വിപണനമേളയുടെ ഭാഗമായി ഈ വർഷം ജ്വാല വുമൺസ് ഫെസ്റ്റ്, കരുതൽ ഭിന്നശേഷി ഫെസ്റ്റ്, ഒപ്പം വയോജനമേള, കുസൃതി അംഗൻവാടി ഫെസ്റ്റ്, കാർഷിക വ്യാവസായിക വിപണനമേള, കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. കൂറ്റനാട് നാഗലശ്ശേരി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന ചെയർമാനും സെക്രട്ടറി K ജയചന്ദ്രൻ കൺവീനറുമായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, വിജേഷ് കുട്ടൻ, AEO പ്രസാദ്, C പ്രസാദ്, K രമ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരുടെ പ്രാതിനിധ്യം അവരുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ
നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരുടെ പങ്കാളിത്തം ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൺവായകളുടെ ലൈബ്രറി കൗൺസിലുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ലൈബ്രറികളെ കൂടി കുത്തിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇനം അവരുടെ കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങളുടെ പങ്കാളിത്തം ലൈബ്രറികളിലൂടെ കുടുംബശ്രീകളിലൂടെ തന്നെ പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റോഡ് നിർമ്മാണത്തെ തുടർന്ന് ബസ് യാത്ര മുടങ്ങിയതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചു നൽകിയ ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി സുൽഫിക്കറാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചർച്ച. ഇതാണ് ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി സുൽഫിക്കർ. റോഡ് നിർമ്മാണത്തെ തുടർന്ന് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും റൂട്ട് മാറ്റുകയും ചെയ്തതോടെ പെരുവഴിയിലായ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ഓട്ടോറിക്ഷ സൗകര്യമൊരുക്കി കൊടുത്ത സുൽഫിക്കറാണ് ഇപ്പോൾ നാട്ടിലെ താരം. 13ഓളം ഓട്ടോറിക്ഷകളായാണ് കുട്ടികളെ സ്കൂളിലെത്തിച്ചത്. തനിക്ക് അജ്ഞാതനായ യുവാവ് നൽകിയ പണം ഉപയോഗിച്ചായിരുന്നു ഓട്ടോ ചാർജ് നൽകിയതെന്ന് സുൽഫിക്കർ പറയുന്നു. തന്റെ പ്രവൃത്തികൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുമ്പോഴും സുൽഫിക്കറിന് പറയാനുള്ളത് ഇത്രമാത്രം. ഞാനൊരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരക്കാടാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പോ അത് സ്ഥിരം ഞാൻ ഓങ്ങല്ലൂർ സെന്ററിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എന്നും വരുമ്പോലെ വന്നപ്പോ യാദൃച്ഛികമായിട്ട് ഇവിടെ വന്നപ്പോ എന്റെ മുന്നിൽ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. ആ യുവാവ് കുറച്ച് പൈസ എന്റെ കയ്യിൽ തന്നിട്ട് ഇവിടെ ഈ പാലക്കാട് ഗുരുവായൂർ റോഡാണ്, ഇവിടെ വാരണാകുശി റെയിൽവേ മേൽപ്പാലത്തിന്റെ വർക്കുമായി റോഡ് 20-ാം തീയതി വരെ അടച്ചിട്ടിരിക്കുക. അതിന്റെ ഭാഗമായി പാലക്കാട്ടിലേക്കുള്ള ബസ് ഇല്ല 20-ാം തീയതി വരെ. ഷൊർണൂർ ബസ് മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോ സ്കൂളുള്ള വർക്കിംഗ് ഡേ ഉള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ കൂട്ടമായി നിൽക്കുന്നത് കാണുകയും ആ വ്യക്തി ഇത് കണ്ടപ്പോ ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ മനസ്സിലൊഴിച്ചു. അദ്ദേഹം ആ കർത്തവ്യം എന്നെ ഏൽപ്പിച്ചു. കുറച്ച് പൈസ അദ്ദേഹം അയാളുടെ കയ്യിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്ത് അത് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ 13ഓളം ഓട്ടോറിക്ഷ വിളിച്ച് ആ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. വാടക വീട്ടിൽ ഭാര്യ സഫീമൊത്താണ് സുൽഫിക്കറിന്റെ ജീവിതം. ഇവർക്ക് മക്കളില്ല. ഭർത്താവിന്റെ ഈ ഇടപെടലിൽ ഭാര്യയ്ക്കും അതിയായ സന്തോഷമാണുള്ളത്. ഭർത്താവിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെ വന്നതും സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. ഇതേ സ്ഥാനത്ത് നമ്മളെ മക്കളുണ്ടെങ്കിൽ ഇതേപോലെ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകുക. കാരണം നമ്മളെ പഠിക്കാത്തതിനെ വിഷമം നമുക്ക് പറയുന്നത്. അപ്പൊ അതേപോലെ മക്കൾക്ക് ഒരു ദിവസം പോകുമ്പോ ഒരക്ഷരം പോയി എന്നുള്ളതില്ലല്ലേ. അതുകൊണ്ട് ഈ ചെയ്തതിൽ അഭിമാനമുണ്ട്. കുട്ടികളെ സുൽഫിക്കർ ഓട്ടോറിക്ഷയിൽ കയറ്റിവിടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സമീപത്തെ ജ്വല്ലറി ജീവനക്കാരനായ വിനോദാണ്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വ്യക്തത വന്നത്. പിന്നീട് താൻ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവെക്കുകയായിരുന്നു. 2-3 ദിവസം മുന്നേ ഇവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ വണ്ടി നിർത്തുമ്പോൾ ഒരാള് പെട്ടെന്ന് കുട്ടികളെ തന്നെ കയറായി ഓട്ടോറിക്ഷയിൽ കയറി എല്ലാവരും കയറതിൽ കയറിപ്പോ ഫ്രീ ആണ്, നിങ്ങൾ കാശൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടു. നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സൗണ്ടാണ്. അങ്ങനെ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സുൽഫയാണ്. ചെറുപ്പം മുതലേ നമ്മളെ നല്ല പരിചയമുള്ള ആളാണ്. ഒരുപാട് കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ഉള്ള ഒരാളാണ്. അല്ലാതെ കുറെ പരിചയങ്ങളുള്ള ആളാണ്. അപ്പോ അവനോട് ഞാൻ ചോദിച്ചത് എന്താ പരിപാടി സുൽഫ, നിനക്ക് ലോട്ടറി എന്തെങ്കിലും അടിച്ചു ചോദിച്ചു. അപ്പൊ അല്ലാതെ വേറൊരാൾ തന്നതാണ്. ഇവിടെ നിൽക്കുന്ന കുട്ടികളെ കംപ്ലീറ്റ് ഓട്ടോറിക്ഷയിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരാൾ സ്പോൺസർ ചെയ്താണ്. അയാളുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭംഗിയായി 10-ലധികം വണ്ടികൾ വിളിച്ചിട്ട് അതിൽ കുട്ടികളെ കയറ്റി വിട്ടു. ഇവിടെ ഒരു കുട്ടി പോലും ബാക്കിയില്ലാതെ എല്ലാവരും കയറ്റി. ഇതിനോട് പറഞ്ഞ അവൻ വീണ്ടും പോയി മഴച്ചാറിലുണ്ട്. അതായത് കുട കൈ പിടിച്ചിട്ട് അവൻ വീണ്ടും പോയി. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞത് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുക. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടു. വാട്സപ്പിലാകുമ്പോൾ നമുക്ക് കോൺടാക്ട് ഉള്ളവർ മാത്രമല്ലേ കാണുള്ളൂ. ഫേസ്ബുക്ക് പിന്നെ അത് വേറെ ആരൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറെ പേരുടെ കയ്യിലെത്തി. എന്തായാലും സുൽഫിക്കറിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നാടറിഞ്ഞിരിക്കുകയാണ്. വലിയ കയ്യടിയോടെയാണ് നാട്ടുകാരും സുൽഫിക്കറിന്റെ പ്രവൃത്തിയെ ഏറ്റെടുത്തിരിക്കുന്നത്. KPSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി സമഗ്ര പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KPSTA പട്ടാമ്പി സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അധ്യാപകർക്കായി സമഗ്ര പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്.
സമഗ്ര ക്ലാസിന്റെ ഒന്നാം ഘട്ട പരിശീലനം KPSTA ഉപജില്ലാ പ്രസിഡന്റ് PM രാജേഷിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. K അജീഷ്, PV റിഷാദ് ബാബു, ഉണ്ണികൃഷ്ണൻ, P ബിജോയ് S നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യഘട്ട പരിശീലനത്തിൽ ഉപജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും പ്രധാനാധ്യാപകരും പങ്കെടുത്തു. സമഗ്ര പരിശീലന ക്ലാസ്സിന് കൃഷ്ണകുമാർ നേതൃത്വം നൽകി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസിന്റെ ചക്രം കാലിൽ കയറിയിറങ്ങി സ്ത്രീക്ക് പരിക്കേറ്റു. ഒറ്റപ്പിലാവ് വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം. ബസ്സിൽ നിന്നിറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്തു വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിന് സാരമായി പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുമ്പ് യാത്രക്കാർ ഇറങ്ങും മുമ്പ് പുറപ്പെട്ട ബസ്സിൽ നിന്ന് വീണ് ചൊവ്വലൂർപ്പടി സ്വദേശിനിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സമാന രീതിയിൽ അപകടങ്ങൾ പതിവാകുന്നതിൽ യാത്രക്കാർ ആശങ്കയിലാണ്. ബസ് ജീവനക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.